പാൽച്ചുരം വയനാടിനെ കണ്ണൂർ ജില്ലയായിട്ട് ബന്ധിപ്പിക്കുന്ന 2 ചുരങ്ങളാണവ. ഒന്ന് നെടുമ്പോയിൽ വഴിയുള്ള പേരിയ വഴിയുള്ള ചുരമാണ്, രണ്ടാമതുള്ളത് പാൽച്ചുരമാണ്. പാൽച്ചുരം ചെന്നെത്തുന്നത് നമുക്ക് ഇരിട്ടി ഭാഗത്തേക്കാണ്, അതായത് കൊട്ടിയൂർ ടൗണിലേക്കാണ് നമ്മളിപ്പോൾ ഈ ചുരം ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. ഒരുപാട് വലിയ വണ്ടികൾ വന്നുകൊണ്ടിരുന്ന വഴിയാണെങ്കിലും ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ കുറവുണ്ട്. എങ്കിൽ പോലും കട്ട കയറ്റി വരുന്ന ട്രിപ്പറുകളൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ കൂടെ. പണ്ടുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്, ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കാണുന്ന പോലെ തന്നെ റോഡിന് വലിയ വീതിയൊന്നുമില്ല. നമ്മളൊരു ഫ്ലോയിൽ വേണം പോകാൻ. എപ്പോഴും ശ്രദ്ധിക്കുക, കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് സ്പേസ് കൊടുത്ത് മാത്രമേ ഇറങ്ങി പോവുക. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് വെളിച്ചത്ത് നിന്ന് ഇരുട്ടത്തേക്ക് പോയൊരു ഫീലാണ്. അതിൻ്റെ കാരണം നമ്മുടെ മേലെ നിൽക്കുന്ന വലിയൊരു മലയാണ്, അതൊരു പർവ്വതം പോലെ ഒരു മലയാണ്. അതുകൊണ്ടാണ്. പാൽച്ചുരത്തിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പാൽച്ചുരം വെള്ളച്ചാട്ടം എന്ന് പറയും. അത് അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടമാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അത് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ട്രക്ക് ചെയ്തൊക്കെ പോകേണ്ടതായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഈ ട്രിപ്പർ ഓടിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തണ കയറ്റങ്ങളൊക്കെ ഇവർ വലിച്ചേറ്റി കൊണ്ടുവരുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. പണ്ട് മുതലേ പാൽച്ചുരം കുറച്ച് റിസ്ക്കിയാണ്. അതിൻ്റെ കാരണം ഈ ഇടുങ്ങിയ റോഡും വലിയ വണ്ടികളും തന്നെയാണ്. 2 ബസ്സുകൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിപ്പോഴും അതുപോലെ തന്നെയാണ്. കൈവരികളൊക്കെ ഇടിഞ്ഞും താഴേക്ക് പോയതൊക്കെ നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിർത്തിക്കൊടുക്കാം. നല്ല ലോഡുമായിട്ടാണ് ഈ വണ്ടികളൊക്കെ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ നിർത്തിക്കൊടുത്തില്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാവും, അവർക്കും ബുദ്ധിമുട്ടാവും. ആ കാണുന്ന മലയൊക്കെ കാണുമ്പോൾ മഴക്കാലത്ത് ഇതിൽ കൂടെ വരുവാണെങ്കിൽ ഒരു ജുറാസിക് ഫീലാണ് കേട്ടോ. ഓക്കെ, അത്തരം ഭാഗത്ത് ഇരുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടുമ്പോൾ. റോഡൊക്കെ പഴയ റോഡ് തന്നെയാണ്, വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല. ഞാൻ കുറേ കാലം കൂടിയാണ് ഈ വഴി വരുന്നത്, അതുകൊണ്ടാട്ടോ. പണ്ട് നമ്മുടെ ആനവണ്ടിക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഈ വഴി വരുമ്പോൾ ഒരു പേടിയായിരുന്നു. താഴെ പോവോ. അത്രയ്ക്കൊരു ഭീകരാവസ്ഥയായിരുന്നു പണ്ടെന്ന് പറയാം. കാരണം കൈവരിയൊന്നും പലയിടത്തും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കിയ ഡയറക്റ്റ് കാണുന്നത് ഈ ചുരത്തിൻ്റെ താഴ്വാരമായിരുന്നു. ഞാൻ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ അത്ര സെറ്റായില്ല. കാരണം അതിൻ്റെ പുതിയ ക്യാമറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു തെറ്റുകുറ്റങ്ങളുണ്ട്, ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഈ ലൈറ്റ് കുറവ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അവിടെ ലൈറ്റ് കുറവുണ്ട് കേട്ടോ, അതിൻ്റെയും കൂടിയാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവേണ്ടതാണ് ക്യാമറ. അത് ഞാൻ മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ആയില്ല ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് തന്നെ കൈവരിയൊക്കെ താഴേക്ക് ഇടിഞ്ഞു പോയേക്കുക. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആ മലകൾ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി, രസമുണ്ടല്ലേ. വെസ്റ്റേൺ ഗാറ്റ്സിൻ്റെ ഒരു ബ്യൂട്ടി, അതൊരു ബ്യൂട്ടി അല്ലേ. ഇവിടെ എൻ്റെ ഓർമ്മയിൽ 5 ഹെയർ പിന്നാണുള്ളത്.
5ഉം നല്ല അത്യാവശ്യം വലിയ ഹെയർ പിന്നുകൾ തന്നെയാണ്. വലിയ വണ്ടികളൊക്കെ വന്നാൽ നമ്മൾ പെട്ടു. കണ്ടോ, പണ്ടെന്തോ പോയ ലോറിയെ. ഇവരെ ആക്സിഡൻറ്റുകൾ ഭയങ്കര കോമൺ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ നോക്കിയാലും വാർത്തയിലൊക്കെ കാണാമായിരുന്നു, വണ്ടി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ബസ് ആക്സിഡൻറ്റുകൾ, ജീപ്പ് ആക്സിഡൻറ്റുകൾ, ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കേൾക്കാമായിരുന്നു. പണ്ടൊന്നും ഇവിടെ ഈ കടകളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ഹെയർ പിൻ. കുഴപ്പമില്ല, പണ്ടൊക്കെ ഈ ഇൻ്റർലോക്ക് ഇട്ടൊക്കെ നടത്തി ഫുൾ കട്ടറായിരുന്നു. അപ്പോൾ വണ്ടി കൊണ്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് 2ാമത്തെ ഹെയർ പിന്നാണ്. വലിയ വണ്ടികൾ ഇപ്പോഴും ഒരുപാടുണ്ട്, പക്ഷെ അല്ല ഈ കട്ട വണ്ടികളാട്ടോ. കട്ട മറ്റേ ചെങ്കല്ല് കയറ്റിക്കൊണ്ടുവരുന്ന വണ്ടികളാണ്. വയനാട്ടിലേക്ക് ചെങ്കല്ല് ഒരുപാട് കണ്ണൂരിൽ നിന്ന് കയറി പോകുന്നുണ്ട്. അതെല്ലാം ഈ വഴി തന്നെയാണ് പോകാറ്. ഇതാണ് അടുത്ത ഹെയർ പിൻ കേട്ടോ. ഇതടുത്തത് ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഈ ഓവർടേക്കിലൊക്കെ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. ചെറിയ ചുരമാണെങ്കിൽ പോലും ഇതിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെയാണ്. ഈ റോഡ് നമ്മൾ നേരെ പോയി കഴിഞ്ഞപ്പോൾ കൊട്ടിയൂരെത്തും. കൊട്ടിയൂർ ഒരു അമ്പലമുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പാൽച്ചുരത്തിൻ്റെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.